ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Legaldais. ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോക് അദാലത്ത് എന്നുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ADRൻ്റെ തന്നെ നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നാഷണൽ സർവീസ് അതോറിറ്റീസിനെ പറ്റി, അതുപോലെ തന്നെ സ്റ്റേറ്റ് അതോറിറ്റി, അങ്ങനെ പല തരത്തിലുള്ള അതോറിറ്റീസിനെ പറ്റിയും ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ ആ വീഡിയോ കാണാത്തതാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുകയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ലോക് അദാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പം ഈ ഒരു ലോക് അദാലത്തിൻ്റെ ഓർഗനൈസേഷൻ പറയുന്നത്, ലോക് അദാലത്ത് ഓർഗനൈസ് ചെയ്യുന്ന കാര്യം പറയുന്നത് സെക്ഷൻ 19 അകത്താണ് ഇത് പറയുന്നത്. ചാപ്റ്റർ 6 ആണ്, സെക്ഷൻ 19 ആണ്. അപ്പോൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്റ്റേറ്റ് അതോറിറ്റി അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് അതോറിറ്റി അല്ലെങ്കിൽ സുപ്രീം കോർട്ട് ലീഗൽ സർവീസ് കമ്മിറ്റി അല്ലെങ്കിൽ ഹൈക്കോർട്ട് ലീഗൽ സർവീസ് കമ്മിറ്റി അല്ലെങ്കിൽ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി, ഇത്രയും ആൾക്കാർക്കാണ് ലോക് അദാലത്ത് ഓർഗനൈസ് ചെയ്യാനുള്ള അധികാരം ഉള്ളത്. ഇതിനകത്ത് നമ്മുടെ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി മാത്രം വരത്തില്ല. ബാക്കി സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും അല്ലാതെ സുപ്രീം കോർട്ട് ലീഗൽ സർവീസ് കമ്മിറ്റിയും ഹൈക്കോർട്ട് കമ്മിറ്റിയും അതുപോലെ തന്നെ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയൊക്കെ വരുന്നുണ്ട്. ഓരോ ലോക് അദാലത്ത് നടത്തുന്ന സമയത്തും ആ ഒരു ഏരിയയിൽ എത്ര പേര് വെച്ച് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു റിട്ടയർഡ് അല്ലെങ്കിൽ സെർവിങ് ജുഡീഷ്യൽ ഓഫീസർ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു ഏരിയയ്ക്ക് വേണ്ടി ഒരു ലോക് അദാലത്ത് നടത്തുകയാണ്. അപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്? അതിപ്പോൾ സെർവിങ് ആകാം അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യൽ ഓഫീസർ ആകാം. പിന്നെ ആ ഒരു ഏരിയയിലെ മറ്റ് പേഴ്സൺസ്, അപ്പോൾ അതെന്ന് പറയുന്നത് ഈ പറയുന്ന അതോറിറ്റീസ് അല്ലെങ്കിൽ കമ്മിറ്റീസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും. വേറെ ആരൊക്കെ വേണം എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു ലോക് അദാലത്ത് ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് വേറെ ആരൊക്കെ വേണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ആൾക്കാരും അതിനകത്ത് ഉണ്ടായിരിക്കണം. ഇനി ഇവരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് എന്നൊക്കെ പറയുന്നത് ഈ 2 സബ്സെക്ഷൻ ബിക്കകത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ലോക് അദാലത്ത് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും ഉള്ള എക്സ്പീരിയൻസിൻ്റെ ക്വാളിഫിക്കേഷൻ്റെ കാര്യം. അപ്പോൾ ഇതിപ്പം സുപ്രീം കോർട്ട് ലീഗൽ സർവീസ് കമ്മിറ്റി ഓർഗനൈസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അവിടെ സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി അതല്ല, ഇപ്പം 2 സബ്സെക്ഷൻ ബിയിൽ തന്നെ ഈ സെക്ഷൻ 3 നമ്മളിപ്പം സുപ്രീം കോർട്ട് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞത് 3യുടെ കാര്യമാണ്. സെക്ഷൻ 3 ഇത് 19 അകത്ത് തന്നെ വരുന്ന സബ്സെക്ഷൻ 3 കാര്യമാണ്. അപ്പോൾ ആ ഒരു 3 അല്ലാത്ത രീതിയിൽ ഉള്ള ലോക് അദാലത്തുകൾ നടന്നു കഴിയുമ്പോൾ അവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും ഈ ഒരു ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ടുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം തീരുമാനിക്കുന്നത്. ബാക്കി എല്ലായിടത്തും സെൻട്രൽ ഗവൺമെൻറ്, ബാക്കി എല്ലായിടത്തും നല്ല സുപ്രീം കോർട്ട് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ കാര്യം മാത്രം വരുമ്പോഴേ ഉള്ളൂ സെൻട്രൽ ഗവൺമെൻറ്. ബാക്കി അതോറിറ്റിയുടെയും കമ്മിറ്റിയുടെയും കാര്യം വരുമ്പം ഹൈക്കോർട്ടുമായിട്ട്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ടുമായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും കൺസൾട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ലോക് അദാലത്തിന് എന്തൊക്കെ കാര്യങ്ങളിലാണ് ജൂറിസ്ഡിക്ഷൻ ഉള്ളത്? അപ്പോൾ അത് 19 സബ്സെക്ഷൻ 5 പറയുന്നത്. ഒരു ഡിസ്പ്യൂട്ട് വരുന്ന സമയത്ത് അത് ഡിറ്റർമൈൻ ചെയ്യാനും അത് ഒരു കോംപ്രമൈസ് അല്ലെങ്കിൽ ഒരു സെറ്റിൽമെൻറ്റിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട് ലോക് അദാലത്തിന് എന്താണ് ജൂറിസ്ഡിക്ഷൻ? അപ്പോൾ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൻഡിങ് കേസ് ആണെന്നുണ്ടെങ്കിൽ, രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജൂറിസ്ഡിക്ഷനിൽ ഉള്ളതാണ്, പക്ഷേ അതിന് മുന്നേ അവിടെ വേറൊരു കോടതിയിലോ ഒന്നും അത് പോയിട്ടില്ല. ആദ്യമായിട്ട് ലോക് അദാലത്തിലാണ് അത് കൊണ്ടുവരുന്ന ആ ഒരു കേസ്. അപ്പം അതിനെയാണ് നമ്മൾ പ്രീ ലിറ്റിഗേഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കോടതിയിൽ പോകുന്നതിന് മുന്നേ ഡയറക്റ്റായിട്ട് ലോക് അദാലത്തിലേക്ക് വരുന്നൊരു കേസാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രീ ലിറ്റിഗേഷൻ കേസസും പറ്റും. അല്ലാതെ പെൻഡിങ് കേസ്, കോടതിയിൽ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന കേസുകളും ലോക് അദാലത്തിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ വരുന്നതാണ്. അപ്പോൾ അതുപോലെ കോമ്പൗണ്ടബിൾ, ഒരു ലോ പ്രകാരം കോമ്പൗണ്ടബിൾ അല്ലാത്ത ഒഫൻസുകളെ ഈ ഒരു ലോക് അദാലത്തിൽ ഡിസൈഡ് ചെയ്യാനുള്ള ജൂറിസ്ഡിക്ഷൻ ഇല്ല. ഈ ഒരു കോമ്പൗണ്ടബിൾ ഒഫൻസസിനെ CRPCയുടെ 320 എന്ന് പറയുന്ന സെക്ഷൻസിൻ്റെ അകത്താണ് പറയുന്നത്. അപ്പോൾ ഇതിത്രയാണ് നമുക്ക് ആ ഒരു ലോക് അദാലത്തിൻ്റെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പ്രീ ലിറ്റിഗേഷൻ മാറ്റേഴ്സും നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ പെൻഡിങ് കേസസിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രീ ലിറ്റിഗേഷൻ മാറ്റേഴ്സ് വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് മാറ്റേഴ്സ്, ലേബർ ഡിസ്പ്യൂട്ടുകൾ, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, വാട്ടർ ബിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രീ ലിറ്റിഗേഷൻ മാറ്റേഴ്സ് ലോക് അദാലത്തിൻ്റെ മുന്നിൽ ജൂറിസ്ഡിക്ഷൻ ഉള്ളതാണ്. അതുപോലെ പെൻഡിങ് കേസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോട്ട് കോമ്പൗണ്ടബിളെ പറ്റാത്തതായിട്ടുള്ള കോമ്പൗണ്ടബിൾ മാറ്റേഴ്സ് ലോക് അദാലത്തിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ കോമ്പൗണ്ടബിൾ ക്രിമിനൽ മാറ്റേഴ്സ് കൊണ്ടുവരാം, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് മാറ്റേഴ്സ് വരാം, ബാങ്ക് റിക്കവറി, MACT, കൺസ്യൂമർ കേസുകൾ, ലേബർ ഡിസ്പ്യൂട്ട്, മാട്രിമോണിയൽ ഡിസ്പ്യൂട്ട്, ഇതൊക്കെ പെൻഡിങ് ആയിട്ട് കോടതിയുടെ മുന്നിൽ കിടന്നാലും ലോക് അദാലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ജൂറിസ്ഡിക്ഷൻ ഉള്ള കാര്യങ്ങളാണ്.
അതുപോലെ ഈ ഒരു ലോക് അദാലത്ത് സ്പീഡി റെമഡി ആയിരിക്കണം കിട്ടേണ്ടത്. അപ്പോൾ അവിടെ പാർട്ടീസ് തമ്മിൽ പെട്ടെന്നൊരു സെറ്റിൽമെൻറ്റിലേക്ക് എത്തണം. അപ്പോൾ അവിടെ നാച്ചുറൽ ജസ്റ്റിസ്, ഇക്വിറ്റി, ഫെയർ പ്ലേ ഇങ്ങനെയുള്ള പ്രിൻസിപ്പൾസ് ഫോളോ ചെയ്താൽ മതി. അതല്ലാതെ ഇപ്പം CPCയോ CRPCയോ എവിഡൻസോ അതൊന്നും ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമല്ല. ഇനി സെറ്റിൽമെൻറ്റോ കോംപ്രമൈസോ എത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, ലോക് അദാലത്തിൽ സെറ്റിൽമെൻ്റ് ഒന്നും നടന്നില്ല, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു കേസിൻ്റെ റെക്കോർഡെല്ലാം കോടതിയിലേക്ക് റിട്ടേൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കോടതിയിൽ നിന്നായിരിക്കും ആ ഒരു കേസ് ലോക് അദാലത്തിനെ റെഫർ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കോടതിയിലേക്ക് തന്നെ ഈ ഒരു ഡോക്യുമെൻറ്റ്സ് തിരിച്ചേൽപ്പിക്കണം. അതല്ലാതെ ഇപ്പം സെറ്റിൽമെൻ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഈ കോടതിയിൽ അടച്ച ആ ഒരു കോർട്ട് ഫീ റീഫണ്ട് ചെയ്ത് കിട്ടാനായിട്ട് പറ്റും. പിന്നെ ഈ ലോക് അദാലത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ അവാർഡുകളും ഒരു ഡിഗ്രി, സിവിൽ കോടതിയുടെ ഡിഗ്രിയോ അല്ലെങ്കിൽ ആ ഒരു ഓർഡറായിട്ടൊക്കെ നമുക്ക് ഡീം ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു വാല്യൂ തന്നെയാണ് ഉള്ളത്. പിന്നെ എല്ലാ അവാർഡുകളും ഫൈനലാണ്, അപ്പീലബിൾ അല്ല. അതുപോലെ തന്നെ ഇവർക്ക് ഈ ലോക് അദാലത്തിനും അതുപോലെ തന്നെ പെർമനൻറ്റ് ലോക് അദാലത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ഇവർക്ക് ഈ 2 ലോക് അദാലത്തിലാണെന്നുണ്ടെങ്കിലും സിവിൽ കോടതിയുടെ പവേഴ്സ് ഉണ്ട്. എന്ന് പറയുമ്പം വിറ്റ്നസിനെ സമൺ ചെയ്യാനും പിന്നെ ഡോക്യുമെൻറ്റിൻ്റെ പ്രൊഡക്ഷനോ അതിൻ്റെ ഡിസ്കവറിക്ക് വേണ്ടിയിട്ടും, അല്ലാതെ എവിഡൻസ് എടുക്കാൻ, ഓത്തിൻ്റെ അടിസ്ഥാനത്തിൽ എവിഡൻസ് എടുക്കാനും, പിന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണോ ഈ ഒരു കോടതിക്ക് കിട്ടുന്ന പവേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആർക്ക് പറ്റും, ഈ ലോക് അദാലത്തിനും പെർമനൻറ്റ് ലോക് അദാലത്തിനും പവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ലോക് അദാലത്തിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമനൻറ്റ് ലോക് അദാലത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ പ്രീ ലിറ്റിഗേഷൻ കൺസീലിയേഷൻ ആൻഡ് സെറ്റിൽമെൻറ്റ് എന്നാണ് ഈ ഒരു പെർമനൻറ്റ് ലോക് അദാലത്തിന് നമ്മൾ പറയുന്നത്. അപ്പം ലിറ്റിഗേഷൻ, അതായത് കോടതിയിൽ കേസ് പോകുന്നതിന് മുന്നേ ആയിട്ട് നടക്കുന്നതാണ് പ്രീ ലിറ്റിഗേഷൻ കൺസീലിയേഷൻ ആൻഡ് സെറ്റിൽമെൻറ്റ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ലോക് അദാലത്ത് പറഞ്ഞപ്പോൾ നമ്മൾ പറയില്ലേ, പെൻഡിങ് കേസസും പറ്റും, പ്രീ ലിറ്റിഗേഷനും പറ്റും. ഇവിടെ പെർമനൻറ്റ് ലോക് അദാലത്ത് വരുമ്പോൾ പ്രീ ലിറ്റിഗേഷൻ മാത്രമേ അവിടെ വരുന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് ഈ ഒരു പെർമനൻറ്റ് ലോക് അദാലത്ത് എന്ന് പറയുന്നത് 22A എന്ന് പറയുന്ന ഒരു സെക്ഷനിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഈ ഒരു 22A എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ A ആണ്. അപ്പോൾ അത് അമെൻമെൻറ്റ് വഴി കൊണ്ടുവന്ന സെക്ഷനാണ്. 2002 അമെൻമെൻറ്റ് വഴി വന്നതാണ് പെർമനൻറ്റ് ലോക് അദാലത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞതാണ് മെയിനായിട്ട് 2 അമെൻമെൻറ്റ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് 1987. 1994 അമെൻമെൻറ്റ് വന്നപ്പോൾ എന്തായിരുന്നു മാറ്റം വന്നത്, കമ്മിറ്റീസ് അതിൽ ഉൾപ്പെടുത്തി. സുപ്രീം കോർട്ട് ലീഗൽ സർവീസ് കമ്മിറ്റി, ഹൈക്കോർട്ട് ലീഗൽ സർവീസ് കമ്മിറ്റി, താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി. 2002 അമെൻമെൻറ്റ് വന്നപ്പോഴാണ് പെർമനൻറ്റ് ലോക് അദാലത്ത് എന്ന് പറയുന്ന ആ ഒരു കാര്യം, അതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻസ് ഈ ഒരു ആക്ടിലേക്ക് ഇൻസേർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ 22A എന്ന് പറയുമ്പോൾ അതിൻ്റെ തന്നെ സബ്സെക്ഷൻ Aയിൽ പറയുന്നൊരു കാര്യമാണ് പെർമനൻറ്റ് ലോക് അദാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ അവിടെ പറയുന്ന ഡെഫിനിഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പെർമനൻറ്റ് ലോക് അദാലത്ത് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 22B എന്നാണ് അതിൻ്റെ ഡെഫിനിഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്. 22Bയിൽ സബ്സെക്ഷൻ 1 പറഞ്ഞിരിക്കുന്ന പെർമനൻറ്റ് ലോക് അദാലത്താണ് പെർമനൻറ്റ് ലോക് അദാലത്ത് എന്ന് ഉദ്ദേശിക്കുക. അപ്പോൾ നമുക്ക് 22B എന്താണെന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഈ ഒരു 22Aയുടെ തന്നെ സബ്സെക്ഷൻ Bയിൽ പറയുന്നൊരു കാര്യമാണ് പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പബ്ലിക് യൂട്ടിലിറ്റി സർവീസുകൾ എന്ന് പറയുമ്പം പാസഞ്ചേഴ്സിനെയോ അല്ലെങ്കിൽ ഗുഡ്സിനെയോ ഇതിനെയൊക്കെ എയർ വഴിയോ അല്ലെങ്കിൽ റോഡ് വഴിയോ വാട്ടർ വഴിയോ ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ക്യാരേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ട് സർവീസുകളുണ്ട്. അതൊരു പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് എന്ന് പറയാൻ പറ്റുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പോസ്റ്റൽ, ടെലിഗ്രാഫ് അല്ലെങ്കിൽ ടെലിഫോൺ സർവീസുകൾ, പിന്നെ ഈ ഒരു പവർ, ലൈറ്റ്, വാട്ടർ ഇതിൻ്റെയൊക്കെ സപ്ലൈ, അത് പബ്ലിക്കിന് സപ്ലൈ എന്ന കാര്യമാണ് പറയുന്നത് ഏതെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് വഴി. പിന്നെ പബ്ലിക് കൺസർവൻസി സിസ്റ്റം അല്ലെങ്കിൽ സാനിറ്റേഷൻ, ദെൻ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഡിസ്പെൻസറി ഇതിൻ്റെ സർവീസുകൾ, ദെൻ ഇൻഷുറൻസ് സർവീസ്, ഇതൊക്കെ എന്താണ് പബ്ലിക് യൂട്ടിലിറ്റി സർവീസുകൾക്ക് പറയുന്ന എക്സാമ്പിൾസ് ആണ്. അപ്പം ഇവിടെ ഈ സെൻട്രൽ ഗവൺമെൻറ് അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സർവീസുകളും ഇവിടെ വരാം. പബ്ലിക് ഇൻട്രസ്റ്റിൽ അവരൊരു നോട്ടിഫിക്കേഷൻ വഴി പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുന്ന എല്ലാ സർവീസുകളെയും നമുക്ക് പബ്ലിക് യൂട്ടിലിറ്റി സർവീസിൻ്റെ ഡെഫിനിഷനിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതാണ് 22Aക്കകത്ത് പറഞ്ഞത്. അപ്പോൾ 22Aക്കകത്ത് ഡെഫിനിഷൻസ് ആണ് 2 കാര്യങ്ങൾ, ഒന്ന് പെർമനൻറ്റ് ലോക് അദാലത്തും 2 പബ്ലിക് യൂട്ടിലിറ്റി സർവീസ്. അപ്പോൾ പെർമനൻറ്റ് ലോക് അദാലത്തിൻ്റെ ഡെഫിനിഷൻ 22Bക്കകത്ത് നോക്കാനാണ് പറയുന്നത്. 22B സബ്സെക്ഷൻ 1 പറയുന്നതെന്നാണ് ആ ഒരു 22Aയുടെ സബ്സെക്ഷൻ Aയിൽ തന്നെ പറയുന്നത്. അപ്പോൾ 22B എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പെർമനൻറ്റ് ലോക് അദാലത്താണ് എന്ന് പറയുമ്പം
ഈ എല്ലാ സ്റ്റേറ്റ് അതോറിറ്റിക്കും ഒരു നോട്ടിഫിക്കേഷൻ വഴി ആ ഒരു സെക്ഷൻ 90 പറഞ്ഞിരിക്കുന്ന പ്രകാരം സെൻട്രൽ അതോറിറ്റി അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് അതോറിറ്റി അവർക്ക് ഒരു നോട്ടിഫിക്കേഷൻ വഴി പെർമനൻ്റ് ലോക് അദാലത്തുകൾ ഈ അവരുടെ ആ ഒരു പബ്ലിക് യൂട്ടിലിറ്റി സർവീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ജൂറിസ്ഡിക്ഷൻ വരുന്ന കാര്യങ്ങളിൽ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫങ്ഷൻസ് എക്സസൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ജൂറിസ്ഡിക്ഷൻ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർമനൻ്റ് ലോക് അദാലത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ സബ്സെക്ഷൻ 2 പറയുന്ന കാര്യമാണ് അവിടെ ആരൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം. പിന്നെ അവിടെ ആരൊക്കെ ഉണ്ടായിരിക്കണം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിസ്ട്രിക്റ്റ് ജഡ്ജോ അല്ലെങ്കിൽ അഡീഷണൽ ഡിസ്ട്രിക്റ്റ് ജഡ്ജോ അല്ലെങ്കിൽ ഈ ഡിസ്ട്രിക്റ്റ് ജഡ്ജിൻ്റെ റാങ്കിൽ മുകളിലുള്ള ഒരു ജുഡീഷ്യൽ ഓഫീസറോ ആയിരിക്കും അവിടുത്തെ ചെയർമാൻ എന്ന് പറയുന്നത്, ഈ ഒരു പെർമനൻ്റ് ലോക് അദാലത്തിൻ്റെ ചെയർമാൻ. ദെൻ 2 പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ഒരു പബ്ലിക് യൂട്ടിലിറ്റി സർവീസിൽ തന്നെ അഡിക്വേറ്റ് എക്സ്പീരിയൻസ് ഉള്ള 2 മറ്റ് പേഴ്സൺസും ഉണ്ടായിരിക്കണം. അപ്പോൾ അവരെ നോമിനേറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈ ഒരു സെൻട്രൽ അതോറിറ്റിയുടെയോ സ്റ്റേറ്റ് അതോറിറ്റിയുടെയോ റെക്കമെൻഡേഷൻ വഴി സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ നോമിനേറ്റ് ചെയ്യുന്ന ആൾക്കാരാകാം. അപ്പം ഇവിടെ ആ ഒരു കേസിനനുസരിച്ച് ഒന്നുകിൽ സെൻട്രൽ അതോറിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് അതോറിറ്റി ആയിരിക്കും ഈ 2 പേരെയും ചെയർമാനെ ആണെങ്കിലും മറ്റ് 2 പേഴ്സൺസിനെ ആണെങ്കിലും അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പിന്നീട് ഇനി ഇതിപ്പം 22B പറയുന്നത് ഈ ഒരു പെർമനൻ്റ് ലോക് അദാലത്തിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ കാര്യമാണ്. ഇതുപോലെ തന്നെ 22C പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഗ്നിസൻസ് ഓഫ് കേസസ് ബൈ ദ പെർമനൻ്റ് ലോക് അദാലത്ത്. അപ്പോൾ അവിടെ ഈ ഡിസ്പ്യൂട്ട് എന്തൊക്കെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്, എങ്ങനെയാണ് അതിൻ്റെ കൊഗ്നിസൻസ് എടുക്കുന്നത്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ദെൻ 22D ഈ ഒരു പെർമനൻ്റ് ലോക് അദാലത്തിൻ്റെ തന്നെ പ്രൊസീജിയറിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ലോക് അദാലത്ത് പറഞ്ഞ പോലെ തന്നെ നാച്ചുറൽ ജസ്റ്റിസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി, അതല്ലാതെ CPC എവിഡൻസോ അതൊന്നും ഫോളോ ചെയ്യണമെന്നില്ല. ദെൻ 22E പറയുന്നതാണ് അവാർഡെന്ന് പറയുന്നത്. അവാർഡ് ഈ ഒരു പെർമനൻ്റ് ലോക് അദാലത്തിൻ്റെ അവാർഡെന്ന് പറയുന്നത് ഫൈനലാണ്. അപ്പം അതിപ്പം മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അല്ലാതെ സെറ്റിൽമെൻറ്റ് എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അത് രണ്ടും ഫൈനലും ആയിരിക്കും, പാർട്ടീസിൻ്റെ മേലെ ബൈൻഡിങ്ങും ആയിരിക്കും. ദെൻ 2 പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു അവാർഡിനെ ഡിഗ്രി ഓഫ് ദ സിവിൽ കോർട്ട് ആയിട്ടായിരിക്കും കണക്കാക്കുന്നത്. ദെൻ 3 സബ്സെക്ഷനിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക് അദാലത്തിൻ്റെ ആ ഒരു അവാർഡ് പെർമനൻ്റ് ലോക് അദാലത്ത് മേക്ക് ചെയ്ത അവാർഡെന്ന് പറയുന്നത് ഈ ഒരു ആക്ട് പ്രകാരം ഷാൽ ബി ബൈ എ മെജോറിറ്റി ഓഫ് ദ പേഴ്സൺ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദ പെർമനൻ്റ് ലോക് അദാലത്ത്. പെർമനൻ്റ് ലോക് അദാലത്തിൽ ആരൊക്കെ ഉണ്ടോ അതിലെ മെജോറിറ്റി ഓഫ് പേഴ്സൺസിൻ്റെ ഡിസിഷൻ ആയിരിക്കും അവാർഡ് എന്നുള്ള രീതിയിൽ വരുന്നത്. ദെൻ 4 കാര്യം ഈ ഒരു ആക്ട് പ്രകാരം പെർമനൻ്റ് ലോക് അദാലത്ത് മേക്ക് ചെയ്യുന്ന അവാർഡ് എന്ന് പറയുന്നത് ഫൈനലായിരിക്കും. അത് ഒറിജിനൽ സ്യൂട്ടിലോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ എക്സിക്യൂഷൻ പ്രൊസീഡിങ്ങിലോ ഒന്നും അതിനെ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പാടില്ല. ദെൻ 5 പറയുന്ന സെക്ഷനാണ് പെർമനൻ്റ് ലോക് അദാലത്തിന് ഈ ഒരു അവാർഡ് ചെയ്യാൻ പറ്റും. മേ ട്രാൻസ്മിറ്റ് എനി അവാർഡ് മെയ്ഡ് ബൈ ഇറ്റ് to a civil court having local jurisdiction and such civil court shall execute the order as if it were made by that court. അപ്പം പെർമനൻ്റ് ലോക് അദാലത്തിൽ ഒരു ഓർഡർ വന്നു, അത് ഒരു കോടതിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു കോടതി ആ ഒരു ഓർഡറിനെ കോടതി കൊടുത്തൊരു ഓർഡർ അല്ലെങ്കിൽ ഒരു ഡിഗ്രി എന്നുള്ള രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് 22E അവാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ആ ഒരു പെർമനൻ്റ് ലോക് അദാലത്തിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് നോക്കാനുള്ള ആ ഒരു ലോക് അദാലത്തും പെർമനൻ്റ് ലോക് അദാലത്തും അതുപോലെ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനൻ്റ് ലോക് അദാലത്തിന് ഇപ്പം 1 കോടിയിൽ കൂടുതൽ എമൗണ്ട് എക്സീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ജൂറിസ്ഡിക്ഷൻ വരത്തില്ല. മാക്സിമം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കോടി വരെയുള്ള ഡിസ്പ്യൂട്ട് ഡിസൈഡ് ചെയ്യാനുള്ള ജൂറിസ്ഡിക്ഷനെ പെർമനൻ്റ് ലോക് അദാലത്തിനുള്ളൂ. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഇത്രേ ഉള്ളൂ. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.